എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഒന്നാമത് UDF ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. UDF അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നല്ലോ. ഇപ്പോൾ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അത് ആരെങ്കിലും നിന്ന് അവിടെ കൂടെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ്. അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും UDF കയറാറ്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന് അടിസ്ഥാനമില്ലാതും പറഞ്ഞു. അത്രയും കഴിയും. പാല വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമാണ് പുള്ളി എന്ന് പറഞ്ഞത്. അല്ല, അതിന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അദ്ദേഹം നിശ്ചയിച്ചു. ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ട് കേവലം വാർത്തകളാണ്, അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകളൊന്നും ഈ സമയത്ത് ഉണ്ടായിട്ടില്ല. താങ്കൾ കണ്ട് കൊല്ലത്തിന് ശേഷം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് പാലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ സംഘം അറിയിച്ചിട്ടുള്ളതാണ്. ഞാൻ കണ്ടു വാർത്ത, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് വാർത്ത കാണാത്തതല്ല, ഞാൻ കണ്ടു. അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിശ്ചയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ശരിയെന്ന് അതെന്നെ പറഞ്ഞു. മറ്റത് അദ്ദേഹം പറഞ്ഞത് അറിയില്ല. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല, ഔദ്യോഗികമായിട്ട് ഈ സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നില്ല. നടക്കുമ്പോൾ നിങ്ങളോട് പറയാം. പ്രധാനമന്ത്രി കേരള കോൺഗ്രസ് ഇപ്പോൾ UDF വരുന്നുള്ള ചർച്ച നടക്കുന്നതെന്ന ഒരു ആശങ്കയോട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് ഉച്ചത്തിൽ ഉറപ്പിക്കേണ്ടതല്ലേ? ചാനലിൽ വന്നല്ലോ. ഞാനും ചെയ്ത് വീണ്ടും അല്ല, ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ നയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശാലർത്ഥത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇപ്പോൾ UDF യോജിക്കുന്ന പാർട്ടികളും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ, ഒന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെയാണ്. അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പല ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് വെക്കുമ്പോൾ അതിൽ അവരെ സമ്മതമില്ലാതെ അവരോടൊരു ചർച്ച നടത്തുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പം നടത്തുന്നില്ല. ഞങ്ങളെ കൊണ്ട് നയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ. അത് ഒന്നാമത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരത്തെയാണ്. ഔദ്യോഗികമായിട്ട് UDF ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും, എന്തൊക്കെ വരൂലേ, ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ മലപ്പുറം.